സിറിയൻ പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ്. സിറിയൻ പ്രശ്നത്തിന്റെ ചില കാര്യങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. ഇന്നത്തെ ദിവസം തന്നെ സിറിയയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, ആലപ്പോയിലടക്കമുള്ള പ്രദേശങ്ങളിൽ വളരെ രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബഷർ അൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് റഷ്യൻ സൈന്യവും ഇറാന്റെ ഗ്രൂപ്പുകളും ഹിസ്ബുള്ളയും നിലയുറപ്പിച്ചിരിക്കുമ്പോൾ, മറുഭാഗത്ത് 60ഓളം സംഘങ്ങളാണ് ഈ ബഷർ അൽ അസദിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം സംഘർഷങ്ങൾക്ക് എതിർപക്ഷത്ത് നിൽക്കുന്നുള്ളത്. മറ്റൊരു കക്ഷി എന്നുള്ളത് കുർദ് ഗ്രൂപ്പുകളാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകൾ സിറിയൻ പ്രശ്നത്തിൽ, ആഭ്യന്തര സംഘർഷങ്ങളിൽ, രക്തരൂക്ഷിതമായ ഈ സംഘർഷങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും അതിന്റെ തുടർച്ചയോടും ഇപ്പോഴും ആക്രമണങ്ങൾ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്, ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഷിയ സുന്നി സംഘർഷമല്ല, അല്ലെങ്കിൽ ഷിയ സുന്നി യുദ്ധമല്ല യഥാർത്ഥത്തിൽ സിറിയയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സിറിയൻ പ്രശ്നങ്ങളുടെ കാതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം 2014 ഇത്തരം ഒരു അറബ് വസന്തത്തിന്റെ തുടർച്ചയെന്നോണം ഉണ്ടായ ഈ സിറിയൻ ആഭ്യന്തര പ്രശ്നങ്ങളുടെ മൂല കാരണം എന്നുള്ളത് ബഷർ അൽ അസദ് എന്ന ഇസ്മയിലി ഷിയ വിഭാഗത്തിൽപ്പെടുന്ന ബഷർ അൽ അസദ് എന്ന ഏകാധിപതി വർഷങ്ങളായി അടക്കി വാരിരുന്ന അടിച്ചമർത്തലുകൾ നടത്തിരുന്ന ഒരു രാജ്യമാണ് സിറിയ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനം ഈ ഒരു അറബ് വസന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഡമസ്കസ് അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സംഘടിക്കുകയും വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സിവിൽ സമൂഹത്തിന്റെ ഈ പ്രക്ഷോഭങ്ങളെ ചോരയിൽ മുക്കുന്ന നിലപാടാണ് ബഷർ അൽ അസദ് എന്ന സിറിയൻ ഏകാധിപതി സ്വീകരിച്ചത്. അഥവാ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ജനവികാരത്തെ, ജനാഭിലാഷത്തെ ചോരയിൽ മുക്കുകയാണ് ബഷർ അൽ അസദ് ചെയ്തത്. ഇതിനെ തുടർന്ന് അവിടങ്ങളിൽ വിവിധ ഗ്രൂപ്പുകളായ സായുധ സംഘങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ മുതലെടുത്തുകൊണ്ട് മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങളിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇറാനും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ബഷർ അൽ അസദിന് സമ്പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. അവരാണ് ബഷർ അൽ അസദിനെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട അച്ചുതണ്ടെന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഇറാന്റേതായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫലസ്തീൻ വിഷയത്തിൽ വളരെ നിർണായകവും വളരെ ധീരവുമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന ഇറാൻ എന്നുള്ള രാജ്യം മുസ്ലിം രാജ്യങ്ങളിൽ തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടി, അഥവാ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി തങ്ങൾ ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കും എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ സിറിയൻ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. കാരണം സിറിയൻ ഏകാധിപതി ബഷർ അൽ അസദിനെ ഇറാൻ പിന്തുണയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അത് ഹിസ്ബുള്ളയുമായിട്ടുള്ള നയതന്ത്രത്തിന്റെ ഭാഗമാണ്. കാരണം ഈ ഗൊലാൻ കുന്നുകളടക്കമുള്ള ലബനാനുമായി ബന്ധിപ്പിക്കുന്ന സിറിയൻ അതിർത്തികളിലൂടെ, ഈ ഒരു പാസേജിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനും ഇടപാടുകളും നടത്തുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാൻ ഒരിക്കലും ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിയുകയില്ല. കാരണം ഹിസ്ബുള്ളയ്ക്കും ഇത് വളരെ വലിയ ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ബഷർ അൽ അസദ് മാറി അവിടെ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അധികാരത്തിലേറിയാൽ തങ്ങളുടെ ഈ ഒരു മേൽക്കോയ്മയ്ക്ക്, അല്ലെങ്കിൽ തങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നു. പ്രത്യേകിച്ചും അവിടെ ഒരു സുന്നി ബേസ്ഡ് രാജ്യങ്ങളുടെ പിന്തുണയുള്ള കക്ഷികളാണ് അധികാരത്തിൽ വരിക എന്നുള്ളത് കൊണ്ട് അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ മുൻകാലങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇറാനും ഹിസ്ബുള്ളയും അടക്കമുള്ള കക്ഷികൾ ഇത്തരത്തിൽ ബഷർ അൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അതിനു കൂട്ടായി തന്നെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണ് ബഷർ അൽ അസദിന്റെ പിന്തുണക്കുന്ന വിഭാഗം എന്നുള്ളത്. മറുഭാഗത്ത് ഫ്രീ സിറിയൻ ആർമിയും അൽ നുസ്ര ഫ്രണ്ടും അടക്കമുള്ള വലിയൊരു 60ഓളം ഗ്രൂപ്പുകൾ ഈ സിറിയൻ പ്രശ്നത്തിൽ ആയുധ പോരാട്ടം അഥവാ സായുധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 60ഓളം ഗ്രൂപ്പുകളെ യോജിപ്പിക്കുന്ന ഒരു ഘടകവും നിലവിൽ ഇല്ല.
അവരൊക്കെ ബഷർ അൽ അസദിന്റെ സൈന്യത്തിനെതിരെ ബഷർ അൽ അസദിനെ പുറത്താക്കണമെന്നുള്ള നിലപാട് മാത്രമാണ് ഉള്ളത്. അത് മാത്രമാണ് ഏകീകരിക്കുന്ന ഘടകം എന്നുള്ളത്. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ ഒരു ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ വ്യവസ്ഥിതികൾ എങ്ങനെ ആയിരിക്കുമെന്ന്, ആര് നേതൃത്വം നൽകുമെന്നുള്ള സംശയങ്ങൾ അവിടെ ബാക്കിയാവുന്നുണ്ട്. അഥവാ സിറിയൻ ജനതയുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഇവരും അഡ്രസ്സ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് അമേരിക്കൻ പിന്തുണയുള്ള കുർദ് ഗ്രൂപ്പുകളാണ്. ഈ കുർദ് ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് കുർദ് ഗ്രൂപ്പുകൾക്ക് ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ്. അത് തുർക്കിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കുർദ് ഗ്രൂപ്പുകളെ പിന്തുണച്ചുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തുള്ളത്. എന്നാൽ ഈ മുഴുവൻ പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്കും ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളാണെന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് ഇതിൽ കക്ഷിയായിട്ടുള്ള ഹിസ്ബുള്ളയെയും അതോടൊപ്പം തന്നെ ഹമാസിനെയും ഒക്കെ കുറിച്ചാണ്. ഹമാസിന് നേരത്തെ തന്നെ ഡമസ്കസ് ആസ്ഥാനമായി അവരുടെ ഓഫീസ് അടക്കം പ്രവർത്തിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അഥവാ ഫലസ്തീൻ എന്ന രാജ്യത്തെ സമ്പൂർണമായും പിന്തുണക്കുന്ന നിലപാടാണ് ബഷർ അൽ അസദ് എന്ന ഏകാധിപതി തുടർന്നിരുന്നത്. ഏകാധിപത്യ പ്രവണത സ്വന്തം നാട്ടിൽ നിലനിർത്തുമ്പോൾ പോലും ആ ബഷർ അൽ അസദ് ഫലസ്തീൻ എന്ന പിന്തുണക്കാൻ തയ്യാറായിരുന്നു, കൂടെ ഹമാസിനെയും. എന്നാൽ ജനാഭിലാഷത്തിന് വിപരീതമായ സ്വഭാവങ്ങൾ, ഏകാധിപത്യ സ്വഭാവങ്ങൾ ഈ ഭരണ പ്രക്രിയയിൽ കൃത്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹമാസ് അവർക്കെതിരെ നിലപാടെടുക്കാൻ നിർബന്ധിതരായി. അഥവാ ഹമാസ് അത്തരം സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ സിറിയയിലൂടെ അവരുടെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ അവരുടെ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അവർക്ക് ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയാണ് പിന്നീട് ഹമാസ് അത് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിമത ഗ്രൂപ്പിന് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് കുർദുകളുടെ കയ്യിൽ പൂർണ്ണമായിട്ടും സിറിയ അകപ്പെടരുതെന്ന്, അത് തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും തുർക്കി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വിമത വിഭാഗങ്ങളെ പിന്തുണക്കേണ്ട സാഹചര്യം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എന്നാൽ ഈ ഒരു സംഘർഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ പരിഹാരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള വഴികൾ ഉള്ളത് എന്നുള്ളത് അത് ഇറാനും തുർക്കിയും തമ്മിലുള്ള നയതന്ത്രത്തിലൂടെ മാത്രമേ ഇപ്പോൾ അത്തരമൊരു സമാധാന ഉടമ്പടികൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടന്നാൽ മാത്രമേ സിറിയൻ പ്രശ്നത്തിലുള്ള ഒരു പരിഹാരങ്ങൾക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാവൂ. എങ്കിൽ പോലും സായുധ ഗ്രൂപ്പുകളായ പല ഗ്രൂപ്പുകൾ, അതായത് സിവിൽ സമൂഹം, വലിയൊരു സിവിൽ സമൂഹം ആയുധമെടുത്ത് പോരാട്ടം നടത്തുന്ന, പരസ്പരം ഏറ്റുമുട്ടുന്ന സിറിയയിൽ അടുത്ത കാലത്തൊന്നും സമാധാനം പുലരുമോ എന്നുള്ള സംശയം അവിടെ ബാക്കിയാവുന്നുണ്ട്. ISIS എന്ന ഒരു സാധനം ഇതിനിടയിൽ മുളച്ചു പൊന്നുകയും അത് വലിയ രീതിയിൽ ഇറാഖിലും സിറിയയിലും രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ നടത്തുകയും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയും അല്ലെങ്കിൽ മറ്റുള്ള വലിയ വിഭാഗത്തും വലിയ സമൂഹങ്ങൾക്കെതിരെയും മറ്റുള്ള സമുദായങ്ങൾക്കിടയിലും കൃത്യമായിട്ടുള്ള വംശീയമായ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലേക്ക് അത് മാറിയപ്പോൾ അത് ലോകത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ സംഘങ്ങളുടെയൊക്കെ പിന്നിൽ ആരാണെന്ന കാര്യം വെളിപ്പെടേണ്ട കാര്യമാണ്. ഇതിന് പിന്നിൽ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലുള്ള സംഘങ്ങൾ സിറിയയിൽ എത്തപ്പെടാനുണ്ടായ ഒരു സാമൂഹിക പരിസ്ഥിതി ഉണ്ടാക്കുന്നതിൽ ഇത്തരം ശക്തികൾ വിജയിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ സിറിയയിൽ പോവുകയും അവിടുത്തെ വിവിധ സായുധ ഗ്രൂപ്പുകളിൽ ചേരുകയും അവിടെ യുദ്ധം നടത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്, ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇതിൽ രാഷ്ട്രീയപരമായ പരിഹാരങ്ങൾ സിറിയയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 2 മുസ്ലിം രാജ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് തുർക്കിയും ഇറാനും നിർണായകമായ പങ്ക് വഹിക്കേണ്ട സാഹചര്യമാണുള്ളത്. അല്ലെങ്കിൽ ഫലസ്തീനെ പിന്തുണക്കുന്ന വലിയൊരു കോഴ്സ് തന്നെ ഈ ഒരു പരസ്പരം തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കൊണ്ട് ഫലസ്തീൻ എന്നുള്ള രാജ്യത്തിനുള്ള പിന്തുണ നൽകുന്ന ശക്തികൾ ഒന്നടങ്കം തന്നെ ഈ പരസ്പരം തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് ബാക്കിയാവുന്നുള്ളത്.